ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോഴേ നമ്മൾ ഇന്ന് നമ്മുടെ സെക്ഷൻ തുടങ്ങുന്നത് നോമൻ ക്ലേച്ചർ എന്താന്ന് പഠിച്ചത് കൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പോണൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, കാറ്റഗറി, ടാക്സ, റാങ്ക്, ഇതെല്ലാം പഠിച്ചു. അപ്പോൾ കാണാത്തവരെ ഒന്ന് പോയി ആ വീഡിയോ കണ്ടിട്ട് വരിക, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പം ഈ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ആ ഒരു സിസ്റ്റം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാ കാലസ് ലിനേസ് ആണ് ഫസ്റ്റ് അത് ഡെവലപ്പ് ചെയ്തത്. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് ഒരുമാതിരി എല്ലാവർക്കും അറിയാം അല്ലേ? നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നെയിമിങ്, ബൈനോമിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും, ജീനസ് നെയിമും സ്പീഷീസ് നെയിമും. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഹോമോ സാപ്പിയൻസ്. അതിനകത്ത് ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിമും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമും ആയിരിക്കും അല്ലേ? അതാണ്, രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. ഇറ്റാലിക്സിൽ എഴുതണം, അണ്ടർലൈൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയാം. കുറേ റൂൾസ് ഉണ്ട്. ഓക്കെ, എന്തായാലും അപ്പോൾ ആ നെയിമിങ്ങിലെ റൂൾസ് ആൻഡ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനെ പറയുന്നതാണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അനിമൽസിനെ നെയിം ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഷോർട്ട് ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ICZN. ചിലപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എഴുതാനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ടു മാർക്കിന് അതിനെക്കുറിച്ച് എഴുതാൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ലെറ്റർ നോക്കി, ഇന്റർനാഷണൽ. അപ്പോൾ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എ സെറ്റ് ഓഫ് കോഡ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. എന്തിനു വേണ്ടി? ആനിമൽസ്. സുവോളജി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം അനിമൽസിന്റെ നോമൻക്ലേച്ചർ. ദാറ്റ് ഈസ് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ദാറ്റ് ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഓർണിത്തോളജിസ്റ്റ് ആയിട്ടുള്ള, അല്ലെ സുവോളജിസ്റ്റ് ആയിട്ടുള്ള, ഈ മേഖലയിലെല്ലാം ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പാലിയന്റോളജിസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹ്യൂജ് ഇ സ്ട്രിക്ലാൻഡ്. ഇദ്ദേഹമാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ആ പേര് നമ്മൾ ഓർത്തിരിക്കണ്ടേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒരു സ്പീഷീസിനെ, ഒരു പുതിയൊരു ഓർഗാനിസം അതിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നെയിം കൊടുക്കുക. പേരില്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? അപ്പം നെയിമിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു ഐഡിയ കൊണ്ടുവന്നയാൾ എന്തായാലും ഇറ്റ്സ് വെരി 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 ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹം കൊണ്ടുവന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം, ഹ്യൂജ് ഇ സ്ട്രിക്ലാൻഡ്. ഇനി 3 സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. 3 സെറ്റ് ഓഫ് റൂൾസ് പറയുന്നത്, ഒന്നാമത്തത് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. കണ്ടോ, ആനിമൽസ് ആണ് മെയിൻ, സുവോളജിക്കൽ അവിടെ ആ ഭാഗം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം സെയിം ആണേ. ഉണ്ടോ, ഈ ഭാഗങ്ങൾ ഇത്രയും സെയിം ആണ് നോമൻക്ലേച്ചർ. ഇത് ഇത്തിരി തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. സുവോളജിക്കൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് അനിമൽസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്ക എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ഫംഗി, ആൽഗയൊക്കെ വരുന്നതാണ്. ബാക്ടീരിയസിന് നെയിം ചെയ്യാൻ വേറൊരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഷോർട്ട് ഫോം ഒന്ന് നോക്കിയേക്കുക. ഈ സെറ്റ് ഓഫ് റൂൾസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? കണ്ടോ, ഒരു കമ്മീഷനുണ്ട്. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചറിനെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു കമ്മീഷൻ, ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പം ഈ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ആ സെറ്റ് ഓഫ് റൂൾസ്, അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ എന്നാണ് പുറത്തു വന്നത്? 1961 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് 1999. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സുവോളജിക്കൽ നോമൻക്ലേച്ചറിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയുടെ പേരാണ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സോ ദാറ്റ്സ് എ കമ്മീഷൻ, International Commission on Zoological Nomenclature, and first edition, first release of set of rules for naming zoology means animals, in 1961 വന്നു. ലാസ്റ്റ് എഡിഷൻ 1999. അപ്പം ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. എന്തിനുണ്ട്? ഒരു ടാക്സോൺ എന്താണെന്ന് നമുക്കറിയാം. ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതിനെയാണ് ടാക്സോൺ എന്ന് പറയുന്നത്.
അപ്പോൾ ഏതെങ്കിലും ഒരു പേര് ഒരു ടാക്സോണിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് വാലിഡ് ആണോ, അത് വാലിഡ് ആണോ അല്ലയോ എന്നെല്ലാം നോക്കുന്നത് ഈ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പം അത് വാലിഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരാളല്ല, ഒരു കമ്മീഷൻ. അതാ പറഞ്ഞ ഇറ്റ്സ് എ കമ്മീഷൻ. കുറേ സുവോളജിസ്റ്റുകൾ ചേർന്നിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഒരു ഓർഗാനിസം അതിനെ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു പേരൊക്കെ ഇട്ട് എന്നിട്ടൊരു ടാക്സ് എന്നിട്ടൊരു കാറ്റഗറിയിലൊക്കെ ആക്കി എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആ ടാക്സ്, അതിനെ ഉൾപ്പെടുത്തിയ ടാക്സ്, അതിൻ്റെ പേര് ഇസ് ഇറ്റ് വാലിഡ് ഓർ നോട്ട് എന്ന് തീരുമാനിക്കുന്നത്, അപ്രൂവ് ചെയ്യുന്നത് ഈ കമ്മീഷനാണ്. അപ്പം ഈ കോഡിനകത്ത് കുറേ ആർട്ടിക്കിൾസും റെക്കമെൻഡേഷൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ് നോക്കുവാണ്. നോമൻക്ലേച്ചർ ഒരു ഓർഗാനിസത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അതായത് പ്രിൻസിപ്പിൾസ്. പേര് കൊടുക്കുമ്പോൾ ആ ഒരു പേര് യുനാനിമസ് ആയിരിക്കണം, എല്ലായിടത്തും വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. കാരണം ഇപ്പോൾ ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയിൽ പറഞ്ഞാലും എവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ആള് ഒന്ന് തന്നെയാണ് അല്ലേ, മാറത്തില്ല. പക്ഷെ അതേപോണക്കല്ല നമുക്ക് വെർണാക്കുലർ നെയിംസ് എന്നൊക്കെ പറയും, നമ്മൾ നാട്ടുപേരുകളുണ്ട്. അപ്പം അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഒരു സയന്റിഫിക് നെയിം ഒരു ഓർഗാനിസത്തിന് കൊടുക്കും, സ്റ്റെബിലിറ്റി, യൂണിവേഴ്സാലിറ്റി ഒക്കെ കൊടുക്കും കേട്ടോ. അപ്പം അതിന് 3 ബേസിക് റൂൾസ് ആണുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ കോൾ എന്താണെന്ന് പറയുക. 3 ബേസിക് റൂൾസ് ഏതൊക്കെയാണ്? പ്രയോറിറ്റി, ആദ്യം കൊടുത്ത പേര് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഈ പേരാണ് ആദ്യം കൊടുത്തത്, ഇതാണ് മെയിൻ. ദെൻ ഹോമോനൈമി, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രിസർവേഷൻ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെയിം, വെൽ എസ്റ്റാബ്ലിഷ്ഡ് നല്ല നെയിം ഉണ്ടെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക് റൂൾസ്. അപ്പോൾ അത് ഓരോന്നും എന്താണ്? പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. ആദ്യം ഒരു ടാക്സിക്ക് ആദ്യം ഫസ്റ്റ് കൊടുത്ത പേര് ഏതാണോ അതാണ് ഏറ്റവും വാലിഡ്. അപ്പം ഇത് ഇങ്ങനെ ഒരു ബേസിക് റൂൾ വന്നത് ജനുവരി 1758 ഇത് ഡ്രോബാക്ക് എന്തുവാണ്? അപ്പം ഇങ്ങനെ ഒരു പേര് ഒരു ടാക്സൊക്കെ കൊടുത്തതിന് ശേഷം ഇത്രയും കൂടെ നല്ല യോജിച്ചൊരു പേര് കൊണ്ടുവന്നാൽ കൂടി അത് അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല. ഇതിനായിരിക്കും കൂടുതൽ വെയിറ്റേജ്, ബിക്കോസ് ഇറ്റ് കംസ് ഫസ്റ്റ്. ആദ്യമിട്ട പേരിന് ഇമ്പോർട്ടൻസ്. സോ അതൊരു ഡ്രോബാക്കാണ്. ഇനി ഹോമോനൈമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവെന്ന് അറിയാമോ? ഒന്നിൽ കൂടുതൽ ടാക്സയ്ക്ക് ഒരേ പേര്. ഞാൻ മനസ്സിലാക്കി തരാം. ഇത് നമ്മുടെ പിനേസിന്റെ ഒരു ടാക്സോണമിക്കൽ ഡീറ്റെയിൽസ് ആണ്. ഇത് ഡ്രോസോഫില്ലയുടെ. അപ്പോൾ ഇതിലെല്ലാം ഓരോരോ ടാക്സകളുണ്ട്, കണ്ടോ, ക്ലാസ് ടാക്സ. അപ്പം ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു കേസ് ഇല്ല. എന്താണ് ഹോമോനൈമി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇപ്പൊ പിനേസിന്റെ ഒരു ടാക്സോണമിക്കൽ ഡീറ്റെയിൽസ് എടുക്കുമ്പം പിനേസിന്റെ ക്ലാസിന്റെ പേരെന്തുവാ? മലക്കോസ്ട്രാക്ക. അപ്പൊ ഈ ക്ലാസിന്റെ ഈ പേരുണ്ടല്ലേ, ഡ്രോസോഫില്ല, അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. വേറൊരു ജീവിയുടെ വേറെ ചിലപ്പോൾ ഓർഡറിന് ഇട്ടെന്നിരിക്കട്ടെ, ഇതിന്റെ ഓർഡറിനും ഈ മലക്കോസ്ട്രാക്ക എന്നാണ്. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കത്തില്ലേ ടാക്സോണമിയിൽ? അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരേ പേര് ഡിഫറെന്റ് ടാക്സ അതിൽ വരികയാണ്. അപ്പം അതിനെയാണ് ഹോമോനൈമി എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഡിസ്കാർഡ് ചെയ്ത് കളയും, അത് അപ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് ഹോമോനൈമി, ഡിഫറെന്റ് ടാക്സായിക്ക് ഒരേ പേര് വരുന്നത്. അപ്പോൾ ഹോമോനൈമി ഐഡന്റിക്കൽ നെയിംസ് ഫോർ 2 or more ടാക്സ. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദിസ് ഈസ് പ്രിൻസിപ്പിൾ ഇൻ വൺ ഓഫ് ദ മെയിൻ പ്രിൻസിപ്പിൾ ഇൻ നോമൻക്ലേച്ചർ. ഈ ഹോമോനൈമി പറയുമ്പോൾ ഇതേപോലെ 1-2 വേറെ ടേമുകളുണ്ട്. ടോട്ടോനൈമി, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയാമോ? ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ഒന്ന് തന്നെ. ഇത് രണ്ടും സെയിം ആയിട്ടുള്ളതിനെ ടോട്ടോനൈമി എന്ന് പറയും. ഇനി സിനോനൈമി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. സിനോനൈമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് തന്നെ പല പല പേര് കാണും. മനസ്സിലായ? നമുക്കിപ്പം നിങ്ങൾക്ക് പേരുള്ള വീട്ടിൽ വിളിക്കാൻ പേര്, സ്കൂളിൽ ഒരു പേര്, പിന്നെ നാട്ടുകാര്, കൂട്ടുകാര്, മനസ്സിലായി? പക്ഷെ ആളൊരാൾ തന്നെയല്ലേ. അപ്പോൾ അത് സിനോനൈമി. അപ്പം മെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ ഇടുന്ന പേരല്ലേ, അപ്പം ഇവിടുത്തെ ആദ്യം കൊടുത്ത പേരായിരിക്കും ഒത്തിരി വാലിഡ്.
പിന്നെ ഓട്ടോനൈമി ഉണ്ട്. ഓട്ടോനൈമി എന്ന് പറയുമ്പോൾ ആരും കൊടുക്കുന്നതല്ല, അത് സ്വതമേ വരുന്നതാണ്. ഓട്ടോനൈമി ഉണ്ടേ. ഇതൊക്കെ നിങ്ങൾ കേട്ട് ഇരിക്കുക. ഓട്ടോനൈമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും എളുപ്പം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത്, ഞാൻ പലയിടത്തും വായിച്ച ഒരു എക്സാമ്പിളാണ്. COVID-19 ഇത് വെച്ചിട്ട് നമുക്ക് പറയാം ഓട്ടോനൈമി. ഇതിനകത്ത് കൊറോണ എന്നുള്ള വൈറസിനെ സൂചിപ്പിക്കാൻ, ഇത് ആരും ഇട്ട പേരല്ല. വി എന്ന് പറയുമ്പോൾ വൈറസ്, ഡി എന്ന് പറയുന്നതേക്ക് ഡിസീസ്. 2019 ഇതിനെ കണ്ടുപിടിച്ചുകൊണ്ട് 19. അതുകൊണ്ട് ഇത് ആരും ഒരു സയൻറ്റിസ്റ്റ് ഇട്ട പേരല്ല, ഇതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇതിന് വന്ന് ഭവിച്ച ഒരു പേരാണ്. അത് തന്നെയാണ് ഓട്ടോനൈമി എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഗിവൺ ബൈ എനി പേഴ്സൺ, ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി. അതാണ് ഓട്ടോനൈമി. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഇനി അടുത്തൊരു പ്രിൻസിപ്പിൾ, പ്രിസർവേഷൻ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെയിംസ്. അപ്പം ഒരു ഓർഗാനിസത്തിന് ഒരു ബൈനോമിയൽ നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേര് സ്റ്റേബിൾ ആയിരിക്കണം. അതേപോലെ അത് യൂണിവേഴ്സൽ ആയിരിക്കണം, ഇന്റർനാഷണലി അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേരായിരിക്കണം. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ഈ കോഡ്, ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചറിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ച്. ഇനി വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിനോമിയൽ നോമൻക്ലേച്ചർ. അതായത് നമ്മൾ ജീനസ്, സബ് ജീനസ് അങ്ങനെയുള്ളിടത്ത് വരുമ്പോഴത്തേക്ക് സിംഗുലർ നൗൺസ് ആണ് വരുന്നത്, അല്ലേ? ഹോമോ സാപ്പിയൻസ് സിംഗുലർ വേർഡ്സ് ആണ്. പക്ഷെങ്കിൽ പീസസ്, അതിന് ജീനസിന് മോളിൽ വരുന്ന അതല്ലേ പീസസ്, അതൊക്കെ ഒരു പ്ലൂറൽ നൗൺസ് ആണ് വരുന്നത്, ജീനസിന് മുകളിലോട്ട് പോകുന്നിടത്ത്. അതാണ് വേറൊരു അതിൻ്റെ ഒരു ഫീച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബേസിക് റൂൾസ്, പ്രയോറിറ്റി, ഹോമോനൈമി, പ്രിസർവേഷൻ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെയിംസ്, പിന്നെ തീംസ് ആണ് പറയുന്നത്. ജീനസ്, ഫോർ ജീനസിനും സബ് ജീനസിനും സിംഗുലർ നൗൺസ് ആണ്. ജീനസിന് മുകളിലേക്ക് വരുന്നതിനെല്ലാം പ്ലൂറൽ നൗൺസ് ആണ് കൊടുക്കുക. ഈ ബൈനോമിയൽ എന്താണ്, ട്രൈനോമിയൽ എന്താണെന്നൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മളങ്ങ് നിർത്തുകയാണ്. സെക്ഷൻ മാത്രമല്ല, ഈ ടാക്സോണമിയുടെ ഈ ചാപ്റ്ററും തീരുവേ. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ 2 പാർട്ട് ഉണ്ടായിരിക്കും, ജീനസ് നെയിമും സ്പീഷീസ് നെയിമും. ഫസ്റ്റ് ലെറ്റർ, ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എഴുതുന്നതിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, മറ്റേത് ബാക്കിയുള്ളത് ഹോമോ സാപ്പിയൻസ് സ്മോൾ ലെറ്റർ. അതേ കണക്ക് ലെറ്റേഴ്സ് എല്ലാം ഇറ്റാലിക്സിലായിരിക്കണം. ഹോമോസാപ്പിയൻസ് അതിനാണല്ലോ കിടക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്താണ്? ഇത് എല്ലാ ലാംഗ്വേജിലും ഹോമോസാപ്പിയൻസ്, ഹിന്ദിയിൽ പോയാലും ഇംഗ്ലീഷിൽ പോയാലും എവിടെ പോയി കഴിഞ്ഞാലും ഹോമോസാപ്പിയൻസ് തന്നെ ആയിരിക്കണം, യുണീക്കാണ്. ഇന്റർനാഷണലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇവിടെയൊക്കെ ബോട്ടണിയിൽ, സുവോളജിയിൽ, ബാക്ടീരിയോളജിയിൽ എല്ലാം. ഇനി ട്രൈനോമിയൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? അപ്പം ഒരു സ്പീഷീസ്, ഒരു ഓർഗാനിസം കണ്ടുപിടിച്ച് അതിന്റെ സ്പീഷീസ് വരെ ഒന്ന് മനസ്സിലാക്കി. അപ്പോഴും എന്താ പറ്റുക? അതിനകത്തും ചില വേരിയേഷൻസ് കൊണ്ട് ഇത്രയും കൂടെ കൺഫൈൻഡ് ആയിട്ട് സബ് സ്പീഷീസ് ലെവൽ വരികയാണെങ്കിൽ ആ സബ് സ്പീഷീസ് കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത് ആഡ് ചെയ്യുന്ന പാർട്ടാണ്, ആ മൂന്നാമതൊരു പാർട്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ട്രൈനോമിയൽ. 3 പാർട്ട് ഉണ്ടായിരിക്കും എന്നിട്ട് കൊളംബിയ, ലിവിയ, ഡൊമസ്റ്റിക്ക. അതിനകത്ത് ആ ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് സബ് സ്പീഷീസ് ആണ്. മനസ്സിലാണോ? അതാണ് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ. ഓക്കെ, അപ്പം ഞാൻ കരുതുന്നു ഇത് ടാക്സോണമി ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.